السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹെ മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവങ്ങളും ഹസ്രത്ത് മസീഹെ മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിവരിച്ച ചില ഉപദേശ കഥകളും ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിവിധ പ്രഭാഷണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തത് ഞാൻ ഇന്ന് വിവരിക്കുന്നതായിരിക്കും. ഓരോ സംഭവവും ഉപദേശ കഥകളും വ്യത്യസ്തമായ ഒരു ഉപദേശം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായിരിക്കും. ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ അറിവിൽ വർധനവ് ഉണ്ടാക്കണം എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ദീനി അറിവുള്ളവരും സമകാലീന സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ചരിത്രത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് തബ്ലീഗ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മുബല്ലഗീങ്ങളും മുറബ്ബിമാരും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ലോകത്ത് ഈ അറിവുകൾ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ലഭ്യമാകുന്നു. ഏതായിരുന്നാലും ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നുള്ള ഒരു ഉപദേശ കഥ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിച്ചിട്ടുണ്ട്. അത് വൈജ്ഞാനിക കഴിവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അവസരോചിതമായി തന്റെ വൈജ്ഞാനിക കഴിവിന്റെ വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. യഥാർത്ഥത്തിലുള്ള മഹത്വത്തിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇവിടുന്ന് പറയുന്നു, ഞങ്ങൾ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഈ സംഭവം കേട്ടിട്ടുണ്ട്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തെ വലിയ മഹാത്മാവായി പറയപ്പെട്ടിരുന്നു. ഏതോ ഒരു രാജാവിന്റെ മന്ത്രി അവിചാരിതമായി അദ്ദേഹത്തിന്റെ അനുയായിയായി തീർന്നു. അയാൾ എല്ലായിടത്തും ആ വ്യക്തിയുടെ മഹത്വവും വിലായത്തും പ്രചരിപ്പിച്ചു. അദ്ദേഹം വളരെ വലിയ മഹാത്മാവാണെന്നും ദൈവസാമീപ്യം സിദ്ധിച്ച ആളാണ് എന്നും പറഞ്ഞു പരത്താൻ തുടങ്ങി. ഏതുവരെ എന്നാൽ അയാൾ രാജാവിനോടും പറഞ്ഞു, താങ്കൾ തീർച്ചയായും അദ്ദേഹത്തെ പോയി സിയാറത്ത് ചെയ്യണം. അങ്ങനെ രാജാവ് പറഞ്ഞു, ശരി, ഇന്ന ദിവസം ഞാൻ ആ മഹാത്മാവിന്റെ അടുക്കൽ പോകുന്നതായിരിക്കും. അഭിനയിക്കുന്ന ആളാണോ അതോ താങ്കൾ പറയുന്നത് പോലെ ശരിക്കുമുള്ള മഹാത്മാവാണോ എന്ന് നോക്കാം. പറയുന്നു,
ആ മന്ത്രി ഈ കാര്യം ഉടനെ തന്നെ ആ മഹാത്മാവിനെ അറിയിച്ചു. രാജാവ് ഇന്ന ദിവസം താങ്കളെ അടുത്തുവരും, താങ്കൾ അദ്ദേഹത്തോട് ഇന്ന ഇന്ന വിധം സംസാരിക്കണം. അദ്ദേഹത്തിൽ സ്വാധീനം ഉണ്ടാകുന്നതിനും അങ്ങനെ അദ്ദേഹവും താങ്കളുടെ അനുയായിയായി തീരുന്നതിനും വേണ്ടി. രാജാവ് അനുയായിയായി മാറിയാൽ പ്രജകളും ശ്രദ്ധിക്കും. ഏതായിരുന്നാലും എഴുതുന്നു, അദ്ദേഹം മഹാത്മാവായിരുന്നോ അതോ അല്ലേ എന്നറിയില്ല. ഏതായിരുന്നാലും തുടർന്നുള്ള സംഭവങ്ങളിൽ നിന്ന് തീർച്ചയായും അയാൾ വിഡ്ഢിയായിരുന്നു എന്ന് തെളിയുന്നു. രാജാവ് വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൽ നല്ല സ്വാധീനം ഉണ്ടാക്കുന്ന വാക്കുകൾ ഞാൻ പറയേണ്ടതാണ് എന്നയാൾ ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചു. അങ്ങനെ രാജാവ് അയാളെ കാണാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു, രാജാവെ, താങ്കൾ നീതി കാണിക്കേണ്ടതാണ്. നോക്കൂ, മുസ്ലിങ്ങളിൽ സിക്കന്ദർ എന്നു പേരുള്ള ഒരു രാജാവ് കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം എത്രമാത്രം നീതിമാനായിരുന്നു. അതുകൊണ്ട് ഇന്നുവരേക്കും അദ്ദേഹത്തിന് പ്രസിദ്ധിയുണ്ട്. എന്നാൽ സിക്കന്ദർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്നല്ല ഹദ്റത്ത് ഈസാ അലൈഹിസ്സലാമിനു മുമ്പ് മരിച്ച വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം സിക്കന്ദറിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള രാജാവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു മുസ്ലിം രാജാവായി അവതരിപ്പിച്ചു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതിന്റെ അർത്ഥം ഇതാണ്, ആ രാജാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 100 വർഷങ്ങൾക്ക് ശേഷമാണ് ജീവിച്ചിരുന്നത്. കാരണം സിക്കന്ദർ 4 ഖിലാഫത്ത് കാലഘട്ടത്തിലും ആകാൻ സാധ്യമല്ല. കാരണം അന്ന് ഖലീഫമാരുടെ ഭരണമായിരുന്നു. ഹദ്റത്ത് മുആവിയയുടെ കാലത്തുമാകാൻ തരമില്ല. കാരണം അന്ന് മുആവിയ മുഴുലോകത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ബനു അബ്ബാസിന്റെ ഖിലാഫത്തിന്റെ ആരംഭകാലത്തിലുമായിരിക്കാൻ തരമില്ല. കാരണം അന്ന് അവരായിരുന്നു ലോകത്തിന്റെ ഭരണാധികാരികൾ. ഇനി അഥവാ സിക്കന്ദർ മുസ്ലിം ആയിരുന്നുവെങ്കിൽ 4-5 നൂറ്റാണ്ടുകളിലെ രാജാവായിരിക്കാനാണ് സാധ്യത. എന്നാൽ അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു കഴിഞ്ഞ ആളാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രാജാവായിരുന്ന ആളെ അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും ഇസ്ലാമിക ഉമ്മത്തിലേതുമായി വിവരിച്ചു. പരിണിത ഫലം ഇതായിരുന്നു, അയാൾ രാജാവിനെ എന്തു സ്വാധീനിക്കാനാണ്. പകരം രാജാവ് അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം മോശമായി ചിന്തിച്ചു. ഉടനെ എഴുന്നേറ്റുപോയി. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ചരിത്ര പാണ്ഡിത്യം മഹത്വത്തിനുള്ള മാനദണ്ഡമല്ല. എന്നാൽ ഈ സ്വയം കൽപ്പിത മഹാത്മാവ് തന്നെ സ്വയം ആപത്തിൽ വീഴ്ത്തുകയായിരുന്നു. ചരിത്രത്തിൽ ഇടപെടാൻ അയാളോട് ആരാണ് പറഞ്ഞത്? അതുകൊണ്ട് അറിവ് ശരിയുള്ളതായിരിക്കണം. മനുഷ്യൻ ഒരു കാര്യം പറയുമ്പോൾ അത് ചരിത്രപരമായ കാര്യമാണ് എങ്കിൽ ശരിയാണ് എന്ന് തൃപ്തി വരുത്തണം. മറ്റേതെങ്കിലും വൈജ്ഞാനിക കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ചും അറിവ് വേണം. ആ വ്യക്തിയെ അയാളുടെ നഫ്സിന്റെ ആഗ്രഹമാണ് നശിപ്പിച്ചത്. മനുഷ്യൻ സത്യത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നാമമാത്രമായ മഹത്വത്തിന്റെ വസ്ത്രം അണിയുമ്പോൾ അല്ലെങ്കിൽ അണിയാൻ ശ്രമിക്കുമ്പോൾ ഈ വിധത്തിലായിരിക്കും നിന്ദ്യരായിത്തീരുക. ഇതായിരിക്കും പര്യവസാനം. മറ്റൊരു സ്ഥലത്ത് ഹസ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ നൈർമല്യം, ഉമ്മത്തിനു വേണ്ടിയുള്ള വേദന എന്നല്ല മനുഷ്യ സമൂഹത്തിനു വേണ്ടിയുള്ള വേദനയുടെ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ശാപപ്രാർത്ഥന നടത്താൻ ജനങ്ങൾക്ക് വളരെയധികം ധൃതിയാണ്. നാം ആർക്കു വേണ്ടിയും ശാപപ്രാർത്ഥന നടത്തരുത് എന്നതായിരിക്കണം നമ്മുടെ രീതി. മറിച്ച് നാം നമ്മുടെ എതിരാളികൾക്ക് വേണ്ടിയും ദുആ ചെയ്യേണ്ടതാണ്. അവസാനം അവർ തന്നെയാണ് വിശ്വസിക്കേണ്ടവർ. മൗലവി അബ്ദുൽ കരീം സാഹിബ് പറയാറുണ്ടായിരുന്നു, ഞാൻ ചൗബാരയിലാണ് താമസിച്ചിരുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂമിന് മുകളിൽ അദ്ദേഹത്തിനായി അവിടുന്ന് മറ്റൊരു മുറി പണിതിരുന്നു. മുകളിലെ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വീടിന്റെ താഴത്തെ ഭാഗത്തായിരുന്നു. ഒരു ദിവസം രാത്രി താഴത്തെ നിലയിൽ നിന്ന് ഏതെങ്കിലും സ്ത്രീ പ്രസവ വേദന നിമിത്തം നിലവിളിക്കുന്നത് പോലുള്ള കരച്ചിലിന്റെ ശബ്ദം കേൾക്കാനിടയായി. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ചെവിയോർത്ത് ശബ്ദം ശ്രവിച്ചു. അപ്പോൾ അറിയാൻ കഴിഞ്ഞു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയായിരുന്നു. അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ, പ്ലേഗ് പരന്നിരിക്കുകയാണ്.
ജനങ്ങൾ ഇത് കാരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, ഇവർ എല്ലാവരും മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ആരാണ് നിന്നെ വിശ്വസിക്കുക? നോക്കൂ, പ്ലേഗ് എന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത നൽകിയ അടയാളമായിരുന്നു. പ്ലേഗിന്റെ അടയാളത്തെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കും. എന്നാൽ പ്ലേഗ് വന്നപ്പോൾ അതേ വ്യക്തി ആരുടെ സത്യസാക്ഷ്യത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണോ പ്ലേഗ് വന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ വിലപിക്കുന്നു. എന്നിട്ട് പറയുന്നു, അള്ളാഹുവെ, അഥവാ ഇവർ മരിക്കുകയാണ് എങ്കിൽ പിന്നെ ആരാണ് നിന്നെ വിശ്വസിക്കുക? അതുകൊണ്ട് വിശ്വാസി പൊതുജനങ്ങൾക്കായി ശാപപ്രാർത്ഥന ചെയ്യരുത്. കാരണം അവൻ അവരെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഒരു വിശ്വാസി ലോകത്തെ രക്ഷപ്പെടുത്തുന്നതിനായിട്ടാണ് നിലകൊള്ളുന്നത്. അഥവാ അവർക്ക് വേണ്ടി ശാപപ്രാർത്ഥനയാണ് നടത്തുന്നത് എങ്കിൽ പിന്നെ ആരെയാണ് രക്ഷപ്പെടുത്തുക? അഹമ്മദിയത്ത് സ്ഥാപിതമായത് തന്നെ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. അഹമ്മദിയത്ത് സ്ഥാപിതമായത് തന്നെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. അവർക്ക് അവരുടെ മഹത്വം തിരിച്ചു നൽകുന്നതിനു വേണ്ടിയാണ്. ബനു ഉമയ്യയുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന പ്രൗഢിയും പ്രഭാവവും ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന് അതേ പ്രൗഢിയും പ്രഭാവവും അഹമ്മദിയത്ത് മുസ്ലിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ബനു അബ്ബാസിന്റെയും ബനു ഉമയ്യയുടെയും തിന്മകളിൽ അവരിൽ ഉണ്ടാകരുത് എന്ന നിബന്ധനയോടുകൂടി. ഏതൊരാളുകളെയാണോ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നമ്മെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്, അവർക്കായി നമുക്ക് എങ്ങനെ ശാപപ്രാർത്ഥന നടത്താൻ സാധിക്കും? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഏ ദിൽ തൂ നീസ് ഖാത്തിറെ ഏനെ നിഗഹദാർ ആഖിർ കുനന്ദവൈ ഹുബ്ബെ പയമ്പരം. എന്റെ ഹൃദയമേ, നീ ഇവരുടെ ചിന്തയെയും വികാരത്തെയും ആവേശത്തെയും മാനിക്കണമേ. അവരുടെ ഹൃദയം മലിനമായി പോകരുത്. തന്നെ സ്വയം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നീ സഹികെട്ട് ശാപപ്രാർത്ഥന ചെയ്യരുത്. അവസാനം അവർക്ക് നിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് സ്നേഹമുണ്ട്. അവർക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടാണ് നിന്നെ അവർ ചീത്ത വിളിക്കുന്നത്. പൊതുജനങ്ങൾ അറിവില്ലാത്തവരാണ്. അവർക്ക് എന്താണോ മൗലവിമാർ പഠിപ്പിച്ചു നൽകുന്നത് അതാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇന്നും ചില അഹമ്മദികൾ അവരുടെ സംഭവങ്ങൾ അറിയിക്കുന്നു. എതിരാളികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് അഹമ്മദിയത്തിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. അതുപോലെ തന്നെ എനിക്കും ജമാഅത്തിലല്ലാത്ത ചില ആളുകൾ എഴുതുന്നു, അവർക്ക് എങ്ങനെയാണ് അഹമ്മദിയത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ സാധിച്ചത്? ഞങ്ങൾക്കിപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മൗലവിമാർ ഞങ്ങളെ ഏതു വിധത്തിലാണ് വഴിപിഴപ്പിക്കുന്നത് എന്ന്. ആഫ്രിക്കയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെ പിന്നീട് ജമാഅത്തുകൾ നിലവിൽ വന്നു. ഞങ്ങൾക്ക് തെറ്റായ രീതിയിലാണ് മൗലവിമാർ അഹമ്മദിയത്തിനെ കുറിച്ച് പറഞ്ഞു തന്നത് എന്നത് അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ദുആ, അല്ലാഹു ഉമ്മത്തിനെ നികൃഷ്ടരായ പണ്ഡിതന്മാരിൽ നിന്നും തെറ്റായ നേതാക്കന്മാരിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ എന്നുള്ളതായിരിക്കണം. പൊതുജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്നുള്ളതായിരിക്കണം. പിന്നീട് യഥാർത്ഥത്തിലുള്ള മുസ്ലിമിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രയാസങ്ങളും അപകടങ്ങളും ആപത്തുകളും ഉണ്ടായാൽ അല്ലാഹു അയാൾക്ക് പുരോഗതിക്കുള്ള സംവിധാനം ഉണ്ടാക്കുന്നു എന്ന കാര്യം വിവരിച്ചുകൊണ്ട് പറയുന്നു. ഹദ്റത്ത് മൗലാന റൂമിയുടെ ഒരു കവിതാശകലമാണ് ഹർബല കോം റാഹെ ഹോ ദാദസ്ത് ജേറെ ആ യഗഞ്ച് ബനി ഹാദ അസ്ത്. സമൂഹത്തിന്റെ മേൽ പ്രയാസമിട്ടിരിക്കുന്ന അള്ളാഹു അതിന്റെ താഴെ വലിയ ഒരു നിധി വെച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ഇത് എല്ലായ്പ്പോഴും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിക്കേൾപ്പിക്കാറുണ്ടായിരുന്നു. അഥവാ ഏതെങ്കിലും സമൂഹമോ ജമാഅത്തോ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായി തീർന്നാൽ അവർ അകപ്പെട്ടിരിക്കുന്ന എല്ലാ അപകടങ്ങളും പ്രയാസങ്ങളും മോക്ഷത്തിനും പുരോഗതിക്കുമുള്ള മാർഗമായി തീരും. ഫലം സുഖമല്ലാത്ത ഒരു ആപത്തും അവരിൽ വരുന്നതല്ല.
അതായത് വരുന്ന എല്ലാ ആപത്തിന്റെയും പ്രയാസത്തിന്റെയും പിന്നിൽ സുഖവും എളുപ്പവും ഉണ്ടായിരിക്കും. ഇന്ന് മുഴുവൻ മുസ്ലിം ഉമ്മത്തിലും വെച്ച് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ കാലഘട്ടത്തിന്റെ ഇമാമും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. നമുക്കായി പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഭാവിയെക്കുറിച്ച് സന്തോഷവാർത്ത നൽകുന്നതിനു വേണ്ടിയാണ്. സത്യത്തെ അളക്കുന്നതിനുള്ള ഒരു വലിയ അളവുകോലാണിത്. പ്രയാസങ്ങൾക്ക് ശേഷം ക്ഷേമം വരുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രം സാക്ഷിയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് പുരോഗതിയുടെ മാർഗമായിട്ടാണ് വരുന്നത്. പിന്നീട് മോശം ചിന്താഗതിയുടെ സ്വാധീനം പ്രത്യക്ഷമായ സാധന സാമഗ്രികൾ ഇല്ലാതെയും കേവലം സഹവാസം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. ആരെങ്കിലും ഏതെങ്കിലും തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചാലും ഇല്ലെങ്കിലും, അഥവാ മനുഷ്യൻ ഏതെങ്കിലും ഒരു മോശപ്പെട്ട വ്യക്തിയുടെ കൂടെ സമയം ചിലവഴിക്കുകയാണെങ്കിൽ ആ തിന്മ അറിയാത്ത വിധം അയാളിലും ഉണ്ടാകുന്നു. ചീത്ത മനുഷ്യന്റെ സ്വാധീനം അറിയാതെ തന്നെ അയാളിൽ ഉണ്ടാകുന്നു. ഈ കാര്യം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഒരു സിഖ് വിദ്യാർത്ഥി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ആത്മാർത്ഥമായ ബന്ധം വെച്ചിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാനായി പറഞ്ഞയച്ചു. മറ്റൊരു റിവായത്തിലുണ്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിലൂടെ പറയാനായി പറഞ്ഞയച്ചു. ആദ്യം എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറയാനായി പറഞ്ഞയച്ചു, കോളേജിൽ താങ്കൾ ഏതൊരു സീറ്റിലാണോ ഇരിക്കുന്നത് ആ സ്ഥലം മാറിയിരിക്കുക. അങ്ങനെ അദ്ദേഹം സ്ഥലം മാറിയിരുന്നു. പിന്നീട് പറഞ്ഞു, ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടാകുന്നില്ല. ഈ കാര്യം ഹദ്റത്ത് സാഹിബിനെ കേൾപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മേൽ മറ്റൊരാളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്ന ആളുടേതായിരുന്നു. അയാൾ നിരീശ്വരവാദിയായിരുന്നു. സ്ഥാനം മാറിയിരുന്നപ്പോൾ ആ സ്വാധീനം ഇല്ലാതായി. സംശയവും ബാക്കിയായില്ല. ചീത്ത വ്യക്തിയുടെ അടുത്തിരിക്കുന്നത് കൊണ്ട് അയാൾ ഒരു വാക്കും പറഞ്ഞില്ലെങ്കിലും സ്വാധീനം ഉണ്ടാകും. നല്ല മനുഷ്യന്റെ അടുത്തിരിക്കുന്നതിലൂടെയും അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിലും നല്ല സ്വാധീനം ഉണ്ടാകും. ലോകത്ത് ആളുകളുടെ ചിന്താഗതി പരസ്പരം സ്വാധീനിക്കുന്നു, എന്നാൽ അത് അറിയാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് യുവാക്കൾ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ സൗഹൃദങ്ങൾ ഇരുത്തവും നടത്തവും അത് അവരിൽ ദുസ്വാധീനം ഉണ്ടാക്കുന്നവരോടൊപ്പം ആയിരിക്കരുത്. അതുപോലെ തന്നെ TV പരിപാടികൾ ഉണ്ട്. ഇത് മുതിർന്നവരും ഓർക്കേണ്ടതാണ്. അവർ കുട്ടികളെ പരിപാടികൾ കാണുന്നതിൽ നിന്ന് തടയുന്നു. ഇനി അഥവാ അവർ കുട്ടികളെ അവരുടെ സ്വഭാവത്തിൽ ദുസ്വാധീനം ഉണ്ടാക്കുന്ന പരിപാടികൾ കാണാൻ അനുവദിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഇത് കുട്ടികളുടെ പ്രായത്തിനുള്ള പരിപാടിയല്ല എന്ന് പ്രോഗ്രാമുകളിൽ എഴുതിക്കാട്ടാറുണ്ട്. അത്തരം പ്രോഗ്രാമുകളാണെങ്കിലും കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളല്ല എങ്കിലും, എന്നാൽ സ്വയം വീടുകളിൽ മാതാപിതാക്കൾ കാണുന്നുണ്ട് എങ്കിൽ ഒന്നാമത്തെ കാര്യം, എപ്പോഴെങ്കിലും മാതാപിതാക്കളിൽ കാണുന്ന പരിപാടികളിൽ കുട്ടികളുടെ കണ്ണുകൾ പതിയുന്നതായിരിക്കും. രണ്ടാമതായി, അറിയാത്ത വിധം അന്തരീക്ഷത്തിന്റെ സ്വാധീനം ഉണ്ടാകും. കുട്ടികളുടെ തർബിയത്ത് മോശമായി പോകും. അത്തരം പരിപാടികൾ കാണുന്ന മാതാപിതാക്കൾ സ്വയം അവർ തഖ്വയുടെ ഉന്നത നിലവാരത്തിലായിരിക്കും എന്ന കാര്യം അസാധ്യവുമാണ്. ചിലർ വളരെ വൈകിയിരുന്ന് കാണുന്നു, പിന്നീട് ഫജ്ർ നമസ്കാരത്തിനും ഉണരാറില്ല. തങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം പരിശുദ്ധമാക്കി വെക്കുക എന്നത് മാതാപിതാക്കളുടെ നിർബന്ധ കടമയാണ്. കാരണം അറിയാത്ത വിധത്തിൽ ഇത് കുട്ടികളിലും സ്വാധീനം ചെലുത്തും, തർബീയത്തിലും സ്വാധീനം ചെലുത്തും. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് വിവരിക്കുന്നു, ഹസ്രത്ത് സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം
ചിലരോട് ദുആയെ സംബന്ധിച്ച് പറയാറുണ്ടായിരുന്നു, ദുആക്കായി ഒരു ബന്ധത്തിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഒരു കാണിക്ക നിശ്ചയിക്കുക, ഞാൻ ദുആ ചെയ്യുന്നതായിരിക്കും. ഈ മാർഗം ബന്ധം വളരുന്നതിനു വേണ്ടി മാത്രമാണ് നിശ്ചയിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് സാഹിബ് ഏതായാലും ഒരു ഉപദേശകഥ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരു മഹാത്മാവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനായി ഒരാൾ ചെന്നു. അയാളുടെ വീടിന്റെ ആധാരം നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, എന്നാൽ ആദ്യം എനിക്ക് ഹൽവ വാങ്ങിക്കൊണ്ടുവന്ന് തരിക. ആ വ്യക്തി അത്ഭുതപ്പെട്ടു. വീടിന്റെ പേപ്പറുകൾ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഞാൻ ദുആക്ക് വേണ്ടിയാണ് പറഞ്ഞത്, ഇദ്ദേഹം എന്നോട് ഹൽവ കൊണ്ടുവരാൻ പറയുന്നു. ഏതായിരുന്നാലും അയാൾക്ക് ദുആയുടെ ആവശ്യമുണ്ടായിരുന്നു. ഹൽവ വാങ്ങുന്നതിനായി പോയി. ഹൽവക്കാരന്റെ കടയിൽ നിന്ന് ഹൽവ വാങ്ങിച്ചു. ഹൽവ വാങ്ങി ഹൽവക്കാരൻ അത് പേപ്പറിൽ പൊതിഞ്ഞു നൽകാൻ തുടങ്ങിയപ്പോൾ ഹൽവക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ കണ്ടപ്പോൾ അയാൾ ബഹളം വെച്ചു, ഈ പേപ്പർ കീറിക്കളയരുത്, ഇത് തന്നെയാണ് എന്റെ വീടിന്റെ പേപ്പറുകൾ, ഇതിനു വേണ്ടിയാണ് ഞാൻ ദുആ ചെയ്യാൻ ആഗ്രഹിച്ചത്. ചുരുക്കത്തിൽ അയാൾ ഹൽവ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പറഞ്ഞു, എന്റെ ആധാരം പേപ്പറുകൾ ലഭിച്ചു. അപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു, ഹൽവ കൊണ്ടുള്ള എന്റെ ഉദ്ദേശം കേവലം ഇത് മാത്രമായിരുന്നു. താങ്കളുമായി ഒരു ബന്ധം ഉണ്ടാകണം. ആ ബന്ധം ദുആക്ക് വേണ്ടി ഉണ്ടാകുമായിരുന്നു. അതോടൊപ്പം പ്രത്യക്ഷത്തിലുള്ള പ്രയോജനവും ഉണ്ടായി. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു. ഏതെങ്കിലും മുഖ്ലിസിന്റെ കച്ചവടത്തിലുള്ള പുരോഗതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകമായ വേദനയോടുകൂടി ദുആ ചെയ്യാനുള്ള കാരണം അയാൾ അദ്ദേഹത്തിന്റെ മിഷന്റെ ഇസ്ലാമിക പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക ത്യാഗം വളരെയധികം ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അസാധാരണമായ നിലയിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ത്യാഗം കൊണ്ട് അവരുമായി പ്രത്യേകമായൊരു ബന്ധം ഉണ്ടായിത്തീർന്നു. നന്മയിൽ പരസ്പരം മുന്നേറുന്നതിനുള്ള ഉപദേശം നൽകിക്കൊണ്ട് ഒരിക്കൽ അവിടുന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് വിവരിച്ചു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം 2 സഹാബിമാരെ കുറിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഒരു സഹാബി അങ്ങാടിയിൽ കുതിരയെ വിൽക്കാനായി കൊണ്ടുവന്നു. മറ്റൊരാൾ അദ്ദേഹത്തോട് വില അന്വേഷിച്ചു. അദ്ദേഹം വില പറഞ്ഞു. എന്നാൽ വാങ്ങുന്ന ആൾ പറഞ്ഞു, അല്ല, ഇതിന്റെ വില ഇതാണ്. അദ്ദേഹം പറഞ്ഞ വില വിൽപ്പനക്ക് കൊണ്ടുവന്ന ആളുടെ വിലയേക്കാൾ കൂടുതലായിരുന്നു. എന്നാൽ വിൽപ്പനക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ വില മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. വാങ്ങുന്ന ആൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ വില ഞാൻ തരുന്നതായിരിക്കും. അവിടുന്ന് പറയുന്നു, ഇത് സഹാബാക്കളുടെ സാധാരണ സംഭവമാണ്. വിശ്വസ്തതയുടെ, സത്യസന്ധതയുടെ ഈ നിലവാരം ഒരു സാധാരണ സംഭവമാണ്. അവർ എല്ലാ നന്മകളുടെയും മൈതാനത്ത് പരസ്പരം മുന്നേറാൻ ആഗ്രഹിച്ചിരുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങൾ നന്മയിൽ പരസ്പരം മുന്നേറുക. അഥവാ ഒരാൾ ദീനിന്റെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെക്കാൾ ഉന്നതമായ നിലയിൽ ചെയ്യാനായി പരിശ്രമിക്കുക. മറ്റുള്ളവർക്കെതിരിൽ തങ്ങളുടെ നഫ്സിനെ ത്യജിക്കുക. നമ്മളിൽ ഓരോരുത്തരുടെയും ചിന്താഗതി ഇതായി തീർന്നാൽ തങ്ങളുടെ ഭൗതിക നേട്ടം കരസ്ഥമാക്കുന്നതിന് പകരം നന്മയിൽ പരസ്പരം മുന്നേറുന്നതിനായി പരിശ്രമിക്കുക. സത്യസന്ധതയിൽ നിലനിൽക്കുന്നതിന് പരസ്പരം മുന്നേറുന്നതിനായി പരിശ്രമിക്കുക. ഈ കാര്യം നമ്മുടെ സ്വയം തർബീയത്തിനുള്ള, സ്വയം പ്രതിഫലം നേടിയെടുക്കുന്നതിനുള്ള പ്രയോജനമായി തീരുന്നതോടൊപ്പം നമ്മുടെ തലമുറകളുടെ തർബീയത്തിന് നടത്തുന്നതിനുകൂടി പ്രയോജനപ്രദമായിരിക്കും. ഇതോടൊപ്പം ജമാഅത്തിന്റെ പുരോഗതിക്കും കാരണമായി തീരും. വിശ്വസ്തതയുടെ ഈ നിലവാരം നിലനിർത്താൻ നാം പരിശ്രമിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം ഉണ്ട്. ഇതിലേക്ക് എല്ലാ അഹമ്മദികളും ശ്രദ്ധിക്കേണ്ടതാണ്. അതിതാണ്,
എപ്പോഴും ഓർക്കുക, എല്ലാ ശ്രേഷ്ഠതകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവിന്റെ അസ്തിത്വം മാത്രമാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഹിദായത്ത് നൽകുക എന്നതും അള്ളാഹുവിന്റെ ജോലിയാണ്. അള്ളാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഹിദായത്തിനെ പ്രചരിപ്പിക്കുക എന്നതാണ്, സന്ദേശം എത്തിക്കുക. എന്നാൽ ഹിദായത്ത് നൽകുക എന്നത് അള്ളാഹുവിന്റെ ജോലിയാണ്. നാം എത്രത്തോളം സാധ്യമാണോ തങ്ങളുടെ മുഴുവൻ കഴിവുകൊണ്ടും ഈ പ്രവൃത്തി ചെയ്യേണ്ടതാണ്. ഫലം അള്ളാഹു സ്വയം നൽകുന്നതായിരിക്കും. ഇന്ന വ്യക്തി നേർമാർഗം പ്രാപിക്കുകയാണെങ്കിൽ, അഹമ്മദിയാവുകയാണ് എങ്കിൽ ജമാഅത്ത് പുരോഗതി കൈവരിക്കും എന്ന് ചിന്തിക്കരുത്. ചില സമയത്ത് ചില ആളുകൾ പറയാറുണ്ട്, ഇന്ന വ്യക്തികൾ അഹമ്മദികളായി തീരുകയാണ് എങ്കിൽ അഹമ്മദിയത്തിന് പുരോഗതി ഉണ്ടാകും, ഞങ്ങളും അഹമ്മദികളാകും. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഇതിനെ സംബന്ധിച്ചൊരു സ്ഥലത്ത് പറയുന്നു, ചില ആളുകൾ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന്റെ അടുത്ത് വരാറുണ്ട്. എന്നിട്ട് പറയും, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇന്ന വ്യക്തിയുണ്ട്, അഥവാ അദ്ദേഹം അഹമ്മദിയായാൽ ഞങ്ങൾ ഗ്രാമത്തിലുള്ളവരെല്ലാവരും അഹമ്മദികളായി മാറും. എന്നാൽ അവരുടെ ഈ ചിന്താഗതി ശരിയായിരിക്കുകയില്ല. പറയുന്നു, അഥവാ ആ വ്യക്തി വിശ്വസിച്ചാലും വിശ്വസിക്കാത്ത ഒരുപാട് പേർ ഉണ്ടാകും, നിഷേധത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയില്ല. ഒരു ഗ്രാമത്തിലെ സംഭവം വിവരിക്കുന്നു. 3 മൗലവിമാരുണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ പറയുമായിരുന്നു, ഇവരിൽ ഏതെങ്കിലും ഒരാൾ മിർസ സാഹിബിനെ വിശ്വസിച്ചാൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കും. അവരിൽ ഒരാൾ ബൈഅത്ത് ചെയ്തു. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒരാൾ വിശ്വസിച്ചതുകൊണ്ട് എന്താകാനാണ്, അയാളുടെ ബുദ്ധി നശിച്ചു പോയതാണ്. ഇപ്പോഴും 2 പേര് വിശ്വസിച്ചിട്ടുള്ളല്ലോ, മറ്റു 2 പേരും അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഇത് ഞങ്ങളുടെ 3 വിദ്യാസമ്പന്നരായ ആളുകളാണ്. ഒരാളാണ് വിശ്വസിച്ചത്, അയാളുടെ ബുദ്ധി നശിച്ചു പോയതാണോ അല്ലേ എന്നെങ്ങനെ അറിയാം? പിന്നീട് മറ്റൊരാൾ കൂടി ബൈഅത്ത് ചെയ്തു. പിന്നീട് എതിരാളികൾ പറഞ്ഞു, ഈ 2 മൗലവിമാർക്ക് എന്താണ്, ഇവർ വിഡ്ഢികളാണ്, ഒരാൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലല്ലോ. അത്തരം സംഭവങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ ആരുടെ അനുഭവമാണോ വിശാലമായ നിലയിൽ അല്ലാത്തത്, അവർ ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും, ഇന്ന വ്യക്തി വിശ്വസിച്ചാൽ എല്ലാവരും വിശ്വസിക്കും. എന്നാൽ അങ്ങനെ അധികവും സംഭവിക്കാറില്ല. നമ്മുടെ ശ്രദ്ധ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നതിലായിരിക്കണം. നമ്മുടെ ആശ്രയം അള്ളാഹുവിലായിരിക്കണം. നാം ചെയ്യേണ്ട ജോലി നാം ചെയ്തു തീർക്കണം. ആളുകളിലേക്ക് നാം നോക്കരുത്. ഒരുപാട് ആളുകളുണ്ട്, ചിലപ്പോൾ ഒരുപാട് ആളുകൾ അവരെ ആശ്രയിക്കുന്നു. എന്നാൽ ആരിലാണോ ആശ്രയം കണ്ടെത്തുന്നത്, അവർ സ്വയം തന്നെ ചിലപ്പോൾ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും അകപ്പെടുന്നു. എനിക്ക് ചിലപ്പോൾ ആളുകൾ എഴുതുന്നു, ഇന്ന ആൾ അഹമ്മദിയാകുന്നതിന് ഇന്ന നിബന്ധനയാണ് പറഞ്ഞിരിക്കുന്നത്, അയാളുടെ ഈ നിബന്ധനകൾ പൂർത്തിയായാൽ അഹമ്മദിയാകും, അതിനായി ദുആ ചെയ്താലും. അഥവാ അയാൾ അഹമ്മദിയായി എങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് വിപ്ലവം ഉണ്ടാകും. എന്നാൽ ഇതുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു ആത്മാർത്ഥതയിലും കൂറിലും വളരുകയും ദീനി പുരോഗതിയിൽ മുന്നോട്ട് കാൽവെക്കുകയും ചെയ്യുന്നവരെ ജമാഅത്തിന് നൽകുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെ ദുർമാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായി എത്രമാത്രം വേദനയുണ്ടായിരുന്നു. ഇതിനൊരു ഉദാഹരണം നൽകിക്കൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം വിവരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു നിരക്ഷരയായ താഴേക്കിടയിലുള്ള ഒരു സ്ത്രീ വന്നു. ഇന്ത്യയിൽ ജാതി വളരെയധികം പ്രാധാന്യത്തോടുകൂടി നോക്കാറുണ്ട്. വളരെ കീഴാള ജാതിയിൽപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഹുസൂർ, എന്റെ മകൻ ക്രിസ്ത്യാനിയായിരിക്കുന്നു, അവൻ മുസ്ലിമായി തീരുന്നതിനു വേണ്ടി താങ്കൾ ദുആ ചെയ്താലും. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അവനെ എന്റെ പക്കൽ അയച്ചുകൊണ്ടിരിക്കുക, അവൻ അള്ളാഹുവിന്റെ കാര്യങ്ങൾ കേൾക്കട്ടെ. അവൻ രോഗിയായിരുന്നു. അത് ഖലീഫത്തുൽ മസീഹിന്റെ പക്കൽ ചികിത്സക്കായി വന്നിരിക്കുകയായിരുന്നു. കാദിയാനിൽ ആയിരുന്നു. അവിടുന്ന് പറഞ്ഞു, ശരി, ചികിത്സ ചെയ്യുകയാണ്, എന്റെ അടുത്തേക്കും അയക്കുക.
അദ്ദേഹം പറയുന്നു ആ കുട്ടിക്ക് TB രോഗമായിരുന്നു. അങ്ങനെ ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ അടുത്ത് അവൻ വരുമ്പോൾ അവനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു, ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ ക്രിസ്തുമതം അവന്റെ ഉള്ളിൽ ഇത്രയധികം രൂഢമൂലമായിരുന്നു. അങ്ങയുടെ വാക്കുകളുടെ സ്വാധീനം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇനി അഥവാ ഞാൻ മുസ്ലിമായി പോകുമോ എന്ന് കരുതി അവൻ തന്റെ ഉമ്മയെ അശ്രദ്ധാവസ്ഥയിൽ കണ്ട് ബട്ടാലയിലേക്ക് ഓടിപ്പോയി. രാത്രി വീട്ടിൽ നിന്ന് ഒളിച്ചോടി ബട്ടാലയിൽ ക്രിസ്ത്യാനികളുടെ മിഷനിൽ ഉണ്ടായിരുന്നിടത്തേക്ക് പോയി. അവന്റെ മാതാവ് ഇത് അറിയാനിടയായപ്പോൾ രാത്രി തന്നെ ബട്ടാലയിൽ കാൽനടയായി പോവുകയും അവനെ പിടിച്ചു വീണ്ടും കാദിയാനിൽ തിരിച്ചു കൊണ്ടുവന്നു. അതിർത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്, ആ സ്ത്രീ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ കാലിൽ വീഴാറുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ മകൻ പ്രിയപ്പെട്ടതല്ല, എനിക്ക് ഇസ്ലാം പ്രിയപ്പെട്ടതാണ്. എന്റെ ഏക മകനാണ് ഇവൻ. എന്നാൽ എന്റെ ആഗ്രഹം ഇതാണ്, അവൻ മുസ്ലിം ആവുകയും പിന്നീട് മരിക്കുകയും അഥവാ രക്ഷപ്പെട്ടില്ല എങ്കിൽ എനിക്ക് ഒരു വിധത്തിലുള്ള വ്യസനവും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ അള്ളാഹു ആ സ്ത്രീയുടെ യാതന കേട്ടു. ആ കുട്ടി മുസൽമാനായി മാറി. ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം പാവം മരിക്കുകയും ചെയ്തു. ആ സ്ത്രീക്കും അറിയാമായിരുന്നു, ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവസാനമായി എന്തെങ്കിലും മാർഗമുണ്ട് എങ്കിൽ മാനുഷിക മാർഗം അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കാരണം അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള വേദനയുണ്ട്. അദ്ദേഹം യഥാർത്ഥ വേദനയോടുകൂടി മറ്റുള്ളവർക്ക് സന്ദേശം എത്തിക്കുകയും തബ്ലീഗ് ചെയ്യുകയും ആകർഷണാക്കുകയും ചെയ്യുന്നു. ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്ലാഹിന്റെ രീതി വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചില സമയത്ത് ചിലർ ഇസ്ലാഹിന്റെ കാര്യത്തിലും വാക്കുകൾ പറയുന്നു, ഇസ്ലാഹിന് പകരം കാര്യം കൂടുതൽ സങ്കീർണമാകുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ ഇസ്ലാഹിന്റെ രീതി വളരെ സൂക്ഷ്മവും അത്ഭുതകരവുമായിരുന്നു. ഒരാൾ അങ്ങയുടെ അടുത്തു വന്നു. അയാൾ സംസാരമധ്യേ പറയുന്നു, ഈ കുറവ് കാരണം ഞാൻ റെയിൽവേയിൽ ടിക്കറ്റിന്റെ ഈ ഇളവോടുകൂടിയാണ് വന്നത്. ആ രീതി ഒരുപക്ഷെ തെറ്റായ രീതിയായിരുന്നു. അവിടുന്ന് ₹1 അയാൾക്ക് നൽകി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കാലത്ത് ₹1 വലിയ മൂല്യം ഉണ്ടായിരുന്നു. താങ്കൾക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അയാൾക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുത്തു. അനുവദനീയമായ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജമാഅത്ത് അംഗങ്ങൾ തൊഴിൽ പഠിക്കാനും അധ്വാനിക്കാനും ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ഒരു സംഭവം ഇരിക്കുന്നു. അല്പസ്വല്പം മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ അടുത്താണ് താമസിച്ചിരുന്നത്. മുസ്ലിം മൗഊദ് പറയുന്നു, എനിക്കറിയാം, ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ പക്കൽ ഒരു ഫജ്ജ എന്നു പേരുള്ള കുട്ടി ഉണ്ടായിരുന്നു. അവനെ അദ്ദേഹം ഏതോ ഒരു കെട്ടിട നിർമ്മാതാവിന്റെ കൂടെയാക്കി. കുറച്ചു കാലത്തിനു ശേഷം അവൻ ഒരു കെട്ടിട നിർമ്മാതാവായി. പറയുന്നു, അവന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മുഖ്ലിസും ദീനി നിഷ്ഠയുള്ള ആളുമായിരുന്നു. അനഹമ്മദിയായിക്കൊണ്ടാണ് വന്നത്. പിന്നീട് അഹമ്മദിയായി മാറി. അവന്റെ നിസ്സാരമായ ബുദ്ധിയുടെ അവസ്ഥ ഇതായിരുന്നു. അദ്ദേഹം വിവരിക്കുന്നു, ഒരിക്കൽ കുറച്ച് അതിഥികൾ വന്നു. തുടക്കത്തിലുള്ള കാര്യമാണ്. അന്ന് ലങ്കർഖാനയുടെ സംവിധാനം പ്രത്യേകമായിരുന്നില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു അതിഥികൾക്കുള്ള ഭക്ഷണം കൊണ്ടുപോയിരുന്നത്. ഷേഖ് റഹ്മത്തുള്ള സാഹിബ്, ഡോക്ടർ മിർസ യാക്കൂബ് ബേഗ് സാഹിബ്, ഖാജ കമാലുദ്ദീൻ സാഹിബ്, ഖുറൈശി മുഹമ്മദ് ഹുസൈൻ സാഹിബ്, മറ്റൊരു സുഹൃത്തും കാദിയാനിൽ വന്നു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം അവർക്കായി ചായ തയ്യാറാക്കി. എന്നിട്ട് ഫജ്ജയോട് പറഞ്ഞു, താങ്കൾ അതിഥികൾക്ക് ചായ നൽകിയാലും അവൻ ആർക്കും ചായ കൊടുക്കുന്നത് മറക്കാതിരിക്കാനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം താക്കീത് ചെയ്തു. പറഞ്ഞു, നോക്കൂ,
5 പേർക്കും ചായ നൽകണം, ആരെയും മറന്നു പോകരുത്. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പഴയ ജോലിക്കാരനെയും ചിറാഗിന്റെ കൂടെയാക്കി. അങ്ങനെ 2 പേരും ചായ കൊണ്ട് ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു അവർ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല, മറിച്ച് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ അടുക്കൽ അദ്ദേഹത്തെ കാണാനായി പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ചായയുമായി അവിടെ എത്തി. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചിറാഗ് പഴയ ജോലിക്കാരനാണ്. അവൻ ആദ്യത്തെ ചായക്കപ്പ് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ മുന്നിൽ വെച്ചു. കാരണം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ മഹത്വത്തെയും സ്ഥാനത്തെയും പരിഗണിച്ചുകൊണ്ടാണ് ചെയ്തത്. അവൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചു. എന്നാൽ ഫജ്ജെ സാഹിബ് കൈക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നില്ല. ചിറാഗ് അവനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, കൈകൊണ്ട് തട്ടി ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. തീർച്ചയായും അവിടുന്ന് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ പേര് പറഞ്ഞിരുന്നില്ല. എന്നാൽ അദ്ദേഹമാണ് ഇവരിൽ എല്ലാവരെക്കാളും ആദരണീയൻ. അതുകൊണ്ട് ചായ ആദ്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കണം. എന്നാൽ അവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ഹദ്റത്ത് സാഹിബ് 5 പേരുടെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചറിവിന്റെ നിലവാരം. ഈ കാര്യം പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഒരു കെട്ടിട നിർമ്മാതാവിന് കൂടെ ആക്കിയപ്പോൾ പെട്ടെന്ന് അവൻ ഒരു കെട്ടിടം പണിയുന്ന ആളായി മാറി. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അഥവാ ആളുകൾ അല്പമെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ, ചില ആളുകൾ വെറുതെ ഇരിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ, ദരിദ്ര രാജ്യങ്ങളിലും ഇവിടെയും നിങ്ങളുടെ ചിലർ വെറുതെ ഇരിക്കാറുണ്ട്. എന്തെങ്കിലും തൊഴിലോ ജോലിയോ പഠിക്കാൻ സാധിക്കും, അങ്ങനെ പണം സമ്പാദിക്കാൻ സാധിക്കും, എന്നെല്ലാ സൃഷ്ടി സേവനത്തിലും മറ്റും ഭാഗവാക്കാൻ സാധിക്കും. അള്ളാഹുവിനു വേണ്ടിയുള്ള ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആത്മാഭിമാനത്തിൽ അധിഷ്ഠിതമായ രോഷത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ ഒരാളുണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം വളരെ മുഖ്ലിസായ അഹമ്മദിയായി മാറി. ഹദ്റത്ത് സാഹിബുമായി അദ്ദേഹത്തിന് വലിയ ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അഹമ്മദിയാകുന്നതിനു മുമ്പ് ഹദ്റത്ത് സാഹിബ് 20 വർഷം വരെ അദ്ദേഹത്തോട് ദേഷ്യത്തിലായിരുന്നു. അതിനുള്ള കാരണം ഹദ്റത്ത് സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് അങ്ങേയറ്റം വെറുപ്പുള്ളതാക്കി മാറ്റി. അത് എപ്രകാരമാണ്, അദ്ദേഹത്തിന്റെ ഒരു ആൺകുട്ടി മരിച്ചുപോയി. ഹദ്റത്ത് സാഹിബ് തന്റെ സഹോദരനോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ അനുശോചനത്തിനായി പോയി. അവരിലുള്ള രീതി, അവരുമായി വളരെ അടുത്ത സൗഹൃദത്തിലുള്ള ആരെങ്കിലും അവരുടെ അടുത്ത് വന്നാൽ അയാളെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയുമായിരുന്നു. ഇതനുസരിച്ച് അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂത്ത സഹോദരനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹു എന്നോട് വലിയ അക്രമം കാണിച്ചിരിക്കുന്നു. നഊദു ബില്ലാഹ്. ഇത് കേട്ട് ഹദ്റത്ത് സാഹിബിന് ഇത്രയധികം വെറുപ്പായി, അദ്ദേഹത്തിന്റെ മുഖം കാണാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അള്ളാഹു ആ വ്യക്തിക്ക് തൗഫീക്ക് നൽകി. അദ്ദേഹം ഇത്തരം അജ്ഞതകളിൽ നിന്ന് പുറത്തു വന്നു, അഹമ്മദിയത്ത് സ്വീകരിച്ചു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദൈവാസ്തിക്യത്തെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഹദ്റത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോടൊപ്പം ഒരു നിരീശ്വരവാദി പഠിക്കാറുണ്ടായിരുന്നു. ദൈവാസ്തിക്യത്തിലുള്ള തെളിവ് എന്താണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ ഭൂകമ്പം വന്നപ്പോൾ അയാളുടെ വായിൽ നിന്ന് അറിയാതെ രാം രാം എന്ന് പുറത്തു വന്നു. ഹിന്ദു ആയിരുന്നു, പിന്നീട് നിരീശ്വരവാദിയായി തീർന്നു. അപ്പോൾ മീർ സാഹിബ് അയാളോട് ചോദിച്ചു, നീ ദൈവത്തെ നിഷേധിക്കുന്ന ആളാണല്ലോ, പിന്നെ എന്തിനാണ് നീ റാം റാം എന്ന് പറഞ്ഞത്? അയാൾ പറഞ്ഞു, തെറ്റുപറ്റിപ്പോയതാണ്, അറിയാതെ വായിൽ നിന്ന് വന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, നിരീശ്വരവാദികൾ അജ്ഞതയിൽ അകപ്പെട്ടവരാണ്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ അറിവിലുമാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്തും ഭയമുള്ളപ്പോഴും നിരീശ്വരവാദികൾ പറയുന്നത്, ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കാം. അഥവാ അവർ അറിവിൽ നിലകൊള്ളുന്നവരാണ് എങ്കിൽ ഇതിനു പകരം മരണസമയത്ത് നിരീശ്വരവാദി മറ്റുള്ളവരോട് പറയും, ദൈവത്തെക്കുറിച്ചുള്ള ഊഹം ഉപേക്ഷിക്കുക, ഒരു ദൈവവുമില്ല. എന്നാൽ ഇതിന് എതിരിലുള്ള ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ അസ്തിത്വത്തിനുള്ള ഒരു മഹത്തായ തെളിവിതാണ്
എല്ലാ സമൂഹത്തിലും ഈ ഒരു ചിന്താഗതി കാണാൻ സാധിക്കുന്നു. ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയാവസ്ഥയെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് ഒരു സ്ഥലത്ത് പറയുന്നു, ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ അവസ്ഥ ഈ ഒരു കുറിപ്പിൽ നിന്ന് ഊഹിക്കാൻ സാധിക്കുന്നതാണ്. അത് അവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് നോട്ട് ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. അത് ഞാൻ നോട്ട്ബുക്കിൽ നിന്നും എടുത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ ലേഖനം അദ്ദേഹം ലോകത്തിന് കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല എഴുതിയിരുന്നത്. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രകടനാത്മകത ചിന്തിക്കാൻ, അത് തന്റെ നാഥനുമായുള്ള ഒരു മന്ത്രണം മാത്രമായിരുന്നു. തന്റെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള വളരെ വിനീതമായ ഒരു വിലാപമായിരുന്നു. അത് എഴുതിയ ആളുടെ തൂലികയിൽ നിന്ന് പുറത്തു വരികയും അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തുകയും ചെയ്തു. അങ്ങ് ആ എഴുത്ത് ലോകത്ത് എത്തുന്നതിനു വേണ്ടിയല്ല എഴുതിയത്. അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ച് എന്റെ കൈകളിൽ അത് എത്തുകയും ഞാനത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ അത് ലോകത്തിലേക്ക് എത്തുകയും ചെയ്യുമായിരുന്നില്ല. ഈ എഴുത്തിൽ ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, എന്റെ അള്ളാഹുവെ, എനിക്ക് നിന്നെ എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും? എല്ലാ സ്നേഹിതന്മാരും അഭ്യുദയകാംക്ഷികളും എനിക്കൊരു സഹായവും ചെയ്യാത്ത അവസരത്തിൽ നീ എന്നെ സമാധാനിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഒരു ആശയമാണ് ഇത്. ഓരോ അഹമ്മദിയുടെയും സ്വഭാവം ഉന്നത നിലവാരത്തിലുള്ളതായിരിക്കണം. ഇതിനെക്കുറിച്ച് അടിക്കടി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം മാതൃക എന്തായിരുന്നു? എതിരാളികളോടും അദ്ദേഹം ഏതുവിധത്തിലാണ് നല്ല നിലയിൽ പെരുമാറിയിരുന്നത്? ഇതിനെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരിക്കൽ കഠിന വിരോധിയായിരുന്ന ഒരു ഹിന്ദുവിന്റെ ഭാര്യ വളരെയധികം രോഗിയായി. ചികിത്സകൻ അവർക്കായി നിർദ്ദേശിച്ച മരുന്നുകളിൽ കസ്തൂരിയും ഉണ്ടായിരുന്നു. അയാൾക്ക് മറ്റെവിടെ നിന്നും കസ്തൂരി കിട്ടാതായപ്പോൾ അയാൾ ലജ്ജിതനായി നാണിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ പക്കൽ കസ്തൂരിയുണ്ട് എങ്കിൽ നൽകിയാലും. അയാൾക്ക് 1 or 2 റത്തി കസ്തൂരിയാണ് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അയാൾ സ്വയം പറയുകയാണ്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുപ്പി നിറയെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ ഭാര്യയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തുകൊള്ളുക. പ്രകോപനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ്? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, താഊൻ എന്നുള്ളത്, പ്ലേഗ് എന്നുള്ളത് തഅനിൽ നിന്ന് പ്രയുക്തമായിട്ടുള്ളതാണ്. തഅൻ എന്ന വാക്കിന്റെ അർത്ഥം കുന്തം കൊണ്ടെറിയുക എന്നുള്ളതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുക്കളോട് പ്രകമ്പനം കൊള്ളിക്കുന്ന തിളക്കം കാണിച്ച അല്ലാഹു ഇന്നും നിലവിലുണ്ട്. ഇന്നും തീർച്ചയായും തന്നെ തന്റെ ശക്തിയുടെ തിളക്കം കാണിക്കും. ഒരിക്കലും നിശബ്ദനായിരിക്കുകയില്ല. നാം നിശബ്ദനായി ഇരിക്കും. ജമാഅത്തിനെ ഉപദേശിക്കും, തങ്ങളെ സ്വയം നിയന്ത്രിക്കുക. ലോകത്തിന് എല്ലാവിധത്തിലുള്ള പ്രകോപനവും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടും സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരു ജമാഅത്തുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം എത്രമാത്രം വേദനയോടുകൂടിയാണ് ദുആ ചെയ്തിരുന്നത് എന്നത് മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി, നാം ശാപപ്രാർത്ഥന നടത്താൻ പാടില്ല. രണ്ടാമതായി, നാം എല്ലാ അവസ്ഥയിലും സമാധാനത്തിന്റെ അവസ്ഥയിൽ ജീവിക്കണം. ദുആയിൽ പ്രത്യേക അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം ഒരു മാർഗദർശനം നൽകിയിട്ടുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, അതായത് ഏതെങ്കിലും വ്യക്തി അവന്റെ ദുആ സമയത്ത് യഥാർത്ഥ രീതിയിലുള്ള ഉള്ളുരുക്കം അവന് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ കൃത്രിമമായി കരയാൻ ശ്രമിച്ചുകൊള്ളട്ടെ. അഥവാ അവൻ അപ്രകാരം ചെയ്താൽ അതിന്റെ ഫലമായി യഥാർത്ഥ വ്യസനാവസ്ഥ ജനിക്കുന്നതാണ്. തങ്ങളിൽ എങ്ങനെയുള്ള അവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, നമ്മുടെ ചില കാര്യങ്ങളിലുള്ള പരാജയങ്ങളും ശത്രുക്കളുടെ ഇടയിൽ നാം ഇപ്രകാരം വീണുകിടക്കുന്നതും എന്തുകൊണ്ടെന്നാൽ നമ്മളിൽ ഒരു വിഭാഗം ദുആയിൽ അലസത കാണിക്കുന്നു. ഇന്നും ഇതൊരു പരമസത്യമാണ്. ഒരുപാട് പേർ ദുആ ചെയ്യാൻ തന്നെ അറിയാത്തവരാണ്. അവർക്ക് എന്താണ് ദുആ എന്ന് പോലും അറിയില്ല. വിപ്ലവത്തിന്റെ കാര്യമൊക്കെ നാം പറയുന്നു, എന്നാൽ ഈ കാര്യത്തിൽ ഒരുപാട് ബലഹീനതകളുണ്ട്. ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, ദുആ എന്നത് മരണം സ്വീകരിക്കുന്നതിന്റെ പേരാകുന്നു. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ജോ മംഗെ സോ മരെ, ജോ മരെ സോ മംഗെഞ്ചെ, ജോ മരെ സോ മംഗഞ്ചെ.
അതായത് ആരോടെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടൽ, ചോദിക്കൽ ഒരു മരണമാണ്. മരണം ആശ്ലേഷിക്കാതെ മനുഷ്യന് ഇരക്കാൻ സാധ്യമല്ല. ഏതുവരെ അവൻ തങ്ങളിൽ ഒരു മരണം വരിക്കുന്നില്ലയോ അതുവരെ അയാൾക്ക് ആവശ്യപ്പെടാൻ സാധ്യമല്ല. ദുആയുടെ പൊരുൾ ഇതാണ്: മനുഷ്യൻ സ്വയം ഈ മരണം വരിക്കുന്നു. കാരണം ഏതൊരാളാണോ തനിക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നത്, അയാൾ എപ്പോഴാണ് ആരെയെങ്കിലും സഹായത്തിനായി വിളിക്കുക. ഏതെങ്കിലും വ്യക്തി വസ്ത്രം ധരിക്കാൻ മുഹല്ലയിലുള്ളവരെ വരൂ എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ പാത്രം കഴുകാനായി, പ്ലേറ്റ് കഴുകാനായി മറ്റുള്ളവരോട് വന്ന് എനിക്ക് പ്ലേറ്റ് കഴുകിത്തരിക എന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ പേന ഉയർത്തുന്നതിനായി മറ്റുള്ളവരെ ആശ്രയിക്കാറുണ്ടോ? മനുഷ്യൻ മറ്റുള്ളവരോട് അപേക്ഷിക്കുന്നത് എനിക്ക് ഈ ജോലി ചെയ്യാൻ സാധ്യമല്ല എന്ന് അറിയുമ്പോഴാണ്. അല്ലെങ്കിൽ തനിക്ക് സ്വയം ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന അയാൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കാറില്ല. ഈ ജോലി എനിക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് അറിയുന്നവരാണ് മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത്. ഇതുപോലെ അള്ളാഹുവിനോടും അവന്റെ മുന്നിൽ മൃതനായിരിക്കുന്നവനും അവന്റെ മുമ്പിൽ പൂർണ്ണമായ നിസ്സഹായത പ്രകടിപ്പിക്കുന്നവനും മാത്രമേ സഹായ അഭ്യർത്ഥന നടത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു പറയുന്നു, മനുഷ്യൻ എന്റെ മാർഗത്തിൽ മരണം വരിക്കാത്തിടത്തോളം ദുആ ആയിരിക്കുകയില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെയാണ് ഒരാൾ പേന പൊക്കാനുള്ള കഴിവ് തന്റെ ഉള്ളിൽ വെക്കുകയും മറ്റുള്ളവരെ സഹായത്തിനായി വിളിക്കുകയും ചെയ്യുന്നു. അയാളുടെ അത്തരം പ്രവൃത്തി അപഹാസ്യമല്ലേ? മറുവ്യക്തി അയാളിൽ പേന ഉയർത്താനുള്ള കഴിവുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അയാളെ സഹായിക്കുകയുമില്ല. അതുപോലെ ഒരാൾ തനിക്ക് ഇന്ന പ്രവൃത്തി സ്വയം ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്നു, ഒരാൾ അതിനായി ദുആ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ദുആ യഥാർത്ഥത്തിൽ ദുആ ആയിരിക്കുകയില്ല. സ്വയം മരണം വരിക്കുകയും തന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവന്റെ ദുആയാണ് ദുആ എന്ന് വിളിക്കാൻ അർഹമായിട്ടുള്ളത്. ഏതൊരു മനുഷ്യനാണോ ഈ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് അവൻ തന്നെയാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ വിജയം വരിച്ചവനും അവന്റെ ദുആ തന്നെയാണ് സ്വീകാര്യയോഗ്യമായിട്ടുള്ളതും. അള്ളാഹു നമുക്ക് ഉള്ളിൽ സൽസ്വഭാവത്തിന്റെ ഉന്നത നിലവാരം ഉണ്ടാക്കിയെടുക്കാനും ഇബാദത്തിന്റെ ഉന്നത നിലവാരം ഉണ്ടാക്കിയെടുക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കപ്പെടുന്ന ദുആകൾ ചെയ്യുന്നവരും അതിന്റെ കടമ നിറവേറ്റുന്നവരുമാക്കി തീർക്കട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.